നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ജനങ്ങൾ കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. പനിയുണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണെന്നും നിർദ്ദേശം. നെടുങ്കണ്ടത്ത് മദ്യലഹരിയിൽ ATM കൗണ്ടർ തകർത്ത് പണം അപഹരിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി പിടിയിലായത് തേനി ഉത്തമപാളയം സ്വദേശി പളനിച്ചാമി. ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് ഇയാൾ തകർക്കാൻ ശ്രമിച്ചത് കേരള ബാങ്കിന്റെ ATM. സർവകാല റെക്കോർഡിട്ട കൊക്കോ വില താഴേക്ക്. ഒരാഴ്ച കൊണ്ട് വിലയിൽ കുറവ് വന്നത് പാതിയോളം. 1000 മുതൽ 1075 രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില 580 മുതൽ 600 രൂപ വരെയായി താഴ്ന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് വിഭാഗം മിന്നൽ പരിശോധന നടത്തി. പരിശോധന നടന്നത് ഹോട്ടലുകൾ, ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കടകൾക്ക് താക്കീതും ബോധവൽക്കരണവും നൽകി. വിശദമായ വാർത്തകൾ. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ജനങ്ങൾ കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. പനിയുണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വീടും പരിസരവും എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കണം. ജലക്ഷാമമുള്ള മേഖലകളിൽ വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങളിൽ കൊതുക് വളരാൻ സാധ്യതയുള്ളതിനാൽ വെള്ളം മൂടിവെച്ച് ഉപയോഗിക്കണം. ഇടവിട്ട് ചില സ്ഥലങ്ങളിൽ വേനൽ മഴ പെയ്യുന്നതിനാൽ വീടിന്റെ പുറത്തും അടുത്തുള്ള പറമ്പുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഫ്രിഡ്ജിന്റെ പുറകുവശം, ഇൻഡോർ പ്ലാന്റ്സ് എന്നിവയാണ് വീടിന്റെ ഉള്ളിലെ പ്രധാന ഉറവിടങ്ങൾ. വേനൽ മഴ തുടങ്ങിയതിനാൽ വീടിന്റെ പരിസരങ്ങളിൽ അലക്ഷ്യമായി കിടക്കുന്ന കുപ്പി, പാട്ട, ചിരട്ട, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ, റബ്ബർ ടാപ്പിംഗ് ചിരട്ടകൾ, കൊക്കോ തൊടുകൾ, കമുകിന്റെ പോളകൾ, വീടിന്റെ സൺഷെയ്ഡുകൾ, വെള്ളം നിറച്ച അലങ്കാര കുപ്പികൾ, ഉപയോഗശൂന്യമായ ടാങ്കുകൾ, ടയറുകൾ, വിറക് മൂടുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, പാറയുടെ പൊത്തുകൾ, മുളങ്കുറ്റികൾ, കുമ്പിൾ ഇലകളോട് കൂടിയ ചെടികൾ, മരപ്പൊത്തുകൾ തുടങ്ങി ഒരു സ്പൂണിൽ താഴെ വെള്ളം പോലും ഒരാഴ്ചയിൽ കൂടുതൽ കെട്ടിനിൽക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഇല്ലാതാക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനുള്ള ശ്രദ്ധ നൽകണം. ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിച്ച് ഒഴിവാക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണമെന്നും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എൽ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജി ജോസഫ് എന്നിവർ അറിയിച്ചു. പനിയുണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നെടുങ്കണ്ടത്ത് മദ്യലഹരിയിൽ ATM കൗണ്ടർ തകർത്ത് പണം അപഹരിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. തേനി ഉത്തമപാളയം സ്വദേശി പളനിച്ചാമിയാണ് പിടിയിലായത്. കേരള ബാങ്കിന്റെ ATM ആണ് ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് ഇയാൾ തകർക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ രാത്രി മദ്യപിച്ചെത്തിയ പളനിച്ചാമി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ കേരള ബാങ്ക് ATM ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് കുത്തി തുറക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും പ്രതി കടന്നു. പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് മോഷണം തടയുവാൻ സഹായകരമായത്. സർവകാല റെക്കോർഡിട്ട കൊക്കോ വില താഴേക്ക്. ഒരാഴ്ച കൊണ്ട് വിലയിൽ പാതിയോളമാണ് കുറവ് വന്നത്. 1000 മുതൽ 1075 രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില 580 മുതൽ 600 രൂപ വരെയായി താഴ്ന്നു. 270 രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് 180 രൂപയായും വില ഇടിഞ്ഞു. മുകളിലേക്ക് കയറിയതുപോലെ തന്നെ കൊക്കോയുടെ വില താഴേക്കും ഇടിഞ്ഞു. സർവകാല റെക്കോർഡിട്ട കൊക്കോ വില ഒരാഴ്ച കൊണ്ട് പാതിയോളമാണ് കുറഞ്ഞത്. 1000 മുതൽ 1075 രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില 580 മുതൽ 600 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 270 രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് 180 രൂപയായും വില താഴ്ന്നു. ഉൽപാദനക്കുറവും രോഗബാധയും വിലയിടിവും മൂലം കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി ഉപേക്ഷിച്ചിരുന്നു.
ഇതോടെ ഉൽപാദനം കുത്തനെ ഇടിയുകയും വില കുതിച്ചു കയറുകയുമായിരുന്നു. എന്നാൽ കുത്തനെയുള്ള വിലയിടിവിന് ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇടനിലനിൽക്കുന്ന ലോബിയുടെ ഇടപെടലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കട്ടപ്പന, അണക്കര, വണ്ടിപ്പെരിയാർ, അടിമാലി, കുമളി എന്നീ കമ്പോളങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത്. മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത്. കൊക്കോ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിന് മറ്റു കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാവാത്തതുമാണ് കൊക്കോയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ കൊക്കോയ്ക്ക് വർഷം 20% ആവശ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. വില കുത്തനെ ഇടിഞ്ഞതോടെ വൻതോതിൽ കൊക്കോ സംഭരിച്ചു വെച്ച ജില്ലയിലെ വ്യാപാരികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് വിഭാഗം മിന്നൽ പരിശോധന നടത്തി. ഹോട്ടലുകൾ, ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കടകൾക്ക് താക്കീതും ബോധവൽക്കരണവും നൽകി. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഉപ്പുതറ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയോടൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ കാലാവധി പരിശോധിക്കുകയും ലേബലുകൾ ഇല്ലാത്ത ഭക്ഷ്യസാധനങ്ങൾക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ബോധവൽക്കരണവും നൽകി. പൊതുജനങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിലൂടെ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ഗുണമേന്മ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന നടത്തിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സൈജു കെ രാമനാഥ് പറഞ്ഞു. പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ രോഗം ഉണ്ടാകാതിരിക്കാനും ജനങ്ങൾക്ക് വളരെ വൃത്തിയുള്ള ഭക്ഷണം ഉറപ്പുവരുന്നതിനും വേണ്ടിയാണ് ആരോഗ്യ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നത്. കുടിവെള്ളം ഉപയോഗിക്കുന്നത് ശുചിയായ കുടിവെള്ളമാണോ, അത് ശരിയായ രീതിയിൽ ക്ലോറിനേഷൻ നടത്തിയ കുടിവെള്ളമാണോ കടകളിൽ ഉപയോഗിക്കുന്നത്, അതോടൊപ്പം അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടി രോഗമുള്ള ആൾക്കാരും കടയിൽ നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുന്നതിന് ഹെൽത്ത് കാർഡ് ഉണ്ടോ, അതുപോലെ തന്നെ ശുചിത്വ കണ്ടീഷൻസ്, സാനിറ്ററി കണ്ടീഷൻസ് എല്ലാ കടകളിലും പാലിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം കടകൾ നടത്തുന്ന ആൾക്കാർക്ക് പൊതുജന ആരോഗ്യ നിയമപ്രകാരം ബോധവൽക്കരണം നൽകുന്നുണ്ട്. നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യ സംവിധാനം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പരിശോധന നടത്തുന്നത്. ഉപ്പുതറ CHCയിലെ മെഡിക്കൽ ഓഫീസർ KE സെബാസ്റ്റ്യന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ സൈജു കെ രാമനാഥ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി സുനിൽ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഇതോടൊപ്പം പുകവലി നിരോധന നിയമം വ്യാപാരികൾ പാലിക്കുന്നുണ്ടോ എന്നും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. ഇടുക്കിയുടെ വാണിജ്യ നഗരമായ കട്ടപ്പനയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്നത് ഗതാഗത പരിഷ്കരണത്തിലെ വീഴ്ചകളെന്ന് പരാതി. നഗരത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വാഹനത്തിരക്ക് പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇടുക്കിയുടെ വാണിജ്യ നഗരമെന്നാണ് കട്ടപ്പനയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിൽ നഗരത്തിന്റെ വികസനം പിന്നോട്ടു പോവുകയാണ്. നന്നേ വീതി കുറഞ്ഞ പാതകളാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുക. അതിനൊപ്പം അനധികൃത പാർക്കിങ്ങും നഗരത്തിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്ക് വിലങ്ങുവെക്കുന്നു. ബൈ റോഡുകളുണ്ടെങ്കിലും അവയൊന്നും ഉപയോഗിക്കാതെ വാഹനങ്ങൾ അമിതമായി നഗരത്തിലേക്ക് എത്തുന്നത് ഗതാഗത സ്തംഭനത്തിനും കാരണമാവുകയാണ്. ബൈപ്പാസ് റോഡുകളടക്കം ഉപയോഗിച്ച് ഗതാഗത തടസ്സം പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നതാണ് വസ്തുത. വ്യാപാരി സംഘടനകളടക്കം കൂടിയാലോചിച്ച് കട്ടപ്പനയുടെ ഗതാഗത രംഗത്ത് വേണ്ട പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ആവശ്യപ്പെട്ടു. കട്ടപ്പനയിലെ വികസനം യഥാർത്ഥത്തിൽ ചില സങ്കുചിത ചിന്താഗതികൾക്കും കാഴ്ചപ്പാടുകൾക്കും വിധേയമായി മുരടിച്ചു നിൽക്കുകയാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയിക്കേണ്ടി വരും. ഹൈറേഞ്ചിൻ്റെ ഏക മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഇടുക്കിയുടെ വാണിജ്യ നഗരമെന്ന് പറയാവുന്ന കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങൾ, അത് ഗതാഗത മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതൊരു കാഴ്ചപ്പാടിൻ്റെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ടുള്ള കട്ടപ്പനയുടെ ചരിത്രം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നിർമ്മാണ മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ പോലും കട്ടപ്പനയിൽ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയതായി. ആ കെട്ടിടങ്ങളിലൊക്കെ പുതിയ നിരവധി സ്ഥാപനങ്ങൾ, കട്ടപ്പനയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലാത്ത നിരവധി സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വികസനങ്ങൾ ഉണ്ടാകുമ്പോഴും ഗതാഗത കുരുക്ക് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. വാഹനങ്ങൾ കട്ടപ്പന ടൗൺ ടച്ച് ചെയ്ത് പോകേണ്ടതും പോകണ്ടാത്തതുമായിട്ടുള്ള വാഹനങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള എല്ലാ വാഹനങ്ങളും
ടൗണിലൂടെ കയറി പോകണം എന്നുള്ളൊരു വാശി പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ടൗണിൽ വരണ്ടാത്ത വാഹനങ്ങൾ, അത്തരം വാഹനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പാസ് ചെയ്ത് പോകാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ കട്ടപ്പനയിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ബൈപ്പാസുകൾ നിർമ്മിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അത്തരത്തിൽ ബൈപ്പാസുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശ്രമിച്ചാൽ തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ വികസനങ്ങൾ ഉണ്ടാവും. കൂടുതൽ കച്ചവടക്കാരൊക്കെ ഈ രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടാവും. ഇതിന് ശരിക്കും കട്ടപ്പനയിലെ പ്രമുഖ സംഘടനയായിട്ടുള്ള മർച്ചൻ്റ് അസോസിയേഷൻ അടക്കമുള്ള ആളുകളും അതിൻ്റെ ഭാരവാഹികളുടെയുമൊക്കെ സഹകരണവും കൂടിയാലോചനകളുമൊക്കെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു വികസനം കട്ടപ്പനയിൽ വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കട്ടപ്പനയിലേക്കെത്തുന്ന വിവിധ പാതകൾ ആധുനിക നിലവാരത്തിലേക്ക് നവീകരിച്ചു. എന്നാൽ ടൗണിനുള്ളിലെ പാതകളെല്ലാം ഇന്നും വികസന മുരടിപ്പ് നേരിടുകയാണ്. നഗരസഭ ഇടപെട്ട് പാതകളുടെ നവീകരണം അടിയന്തരമായി നടപ്പിലാക്കണം. ഒപ്പം അനധികൃത പാർക്കിങ്ങിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ മലയോര ഹൈവേ, അതുപോലെ തന്നെ അടിമാലി കട്ടപ്പന ഹൈവേ, തൊടുപുഴ കട്ടപ്പന ഹൈവേ, അതെല്ലാം ഇവിടെ കട്ടപ്പനയുടെ ഇടുക്കിക്കവലയിലും അതുപോലെ തന്നെ പുളിയമ്മല റോഡിൽ പാറക്കടവ് ബൈപ്പാസ് വഴിയെല്ലാം എത്തി ചുറ്റും ബൈപ്പാസുകളുമെല്ലാം തീർന്ന് ഈ പട്ടണത്തിന് ആവശ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഘട്ടത്തിലും 60 വർഷം പിന്നിടുന്ന കട്ടപ്പനയിൽ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരു നിയന്ത്രണങ്ങളും നിയമ നടപടികളും മുനിസിപ്പൽ അധികൃതർ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ കട്ടപ്പന ടൗണിന്റെ സെൻട്രൽ ജംഗ്ഷനും അതുപോലെ തന്നെ അനുബന്ധ പ്രദേശങ്ങളുമെല്ലാം തന്നെ നിത്യേന എന്നോണം വലിയ ഗതാഗത കുരുക്കിന് വിധേയമാകുക. തീർച്ചയായും നമ്മുടെ നാട് ലോകത്ത് ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിനൊപ്പം നമ്മുടെ നാട്ടിലെ വാഹനപ്പെരുപ്പും എല്ലാം എത്തിയിരിക്കുന്ന ഘട്ടത്തിൽ അത് കണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരു നിയമ നടപടികളും ഈ മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നു. മുനിസിപ്പാലിറ്റി ആയി പ്രഖ്യാപിക്കപ്പെട്ട ഈ പട്ടണത്തിൽ യഥാർത്ഥത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി നമ്മുടെ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗതാഗതക്കുരുക്കിന് ആധാരമായ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളുടെ വികസനം, അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനം, റിംഗ് റോഡുകളുടെ വികസനം, അതിലൂടെയെല്ലാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന വികസനത്തിനാവശ്യമായ പണം പശ്ചാത്തല മേഖലയിൽ, ഗതാഗത മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമാണ് നമ്മുടെ പട്ടണത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുക. മറ്റൊന്ന് അനധികൃത പാർക്കിംഗ് ആണ്. ഒരാളൊരു പാർക്കിങ്ങിനായിട്ട് രാവിലെ ഒരു വാഹനം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഒരു സ്ഥലത്തിട്ടേച്ച് പോകുന്ന രീതിക്ക് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ട സ്ഥലങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. ചില സ്ഥലങ്ങളിൽ, ടൗണിനകത്ത് ചില സ്ഥലങ്ങളിൽ അനുദിനം എന്ന വണ്ണം ആളുകൾ നിത്യേന വാഹനങ്ങൾ കൊണ്ട് ചുമ്മാ ഇട്ടിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ അടിയന്തരമായി നഗരസഭ സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിൽ കട്ടപ്പന ടൗണിന്റെ ഓരോ മേഖലയിലും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. വാഹനങ്ങൾ അമിതമായി റോഡിലേക്ക് എത്തുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളുടെ കച്ചവടത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ബൈപ്പാസ് റോഡുകൾ യഥാവിധം ഉപയോഗിച്ചുകൊണ്ട് നഗരത്തെ വലയ്ക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. കട്ടപ്പന സുവർണഗിരിയിൽ മരത്തിന്റെ ശിഖരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. അപകട സമയം വീട്ടിലുണ്ടായിരുന്ന യുവതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സുവർണഗിരി കല്യാണത്തണ്ട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന കൂറ്റൻ പ്ലാവിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. കട്ടപ്പന സുവർണഗിരിയിലാണ് പ്ലാവിന്റെ കൂറ്റൻ ശിഖരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയായിരുന്നു സംഭവം. അപകടത്തിൽ ദിലീപ് പറങ്കിത്തലയുടെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മരം വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുമ്പോൾ ദിലീപിന്റെ ഭാര്യ അഞ്ജു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ വൈദ്യുത മീറ്ററിലേക്കാണ് ശിഖരം വീണത്. ഇതോടെ വീട്ടിലെ വയറിങ്ങുകൾക്കുള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെ തീയും പുകയും ഉയർന്നു. ഈ സമയം വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് അഞ്ജു പറഞ്ഞു.
ഒരു 7:30 ആയിട്ടാണ്. അപ്പം ഞാൻ പെരക്കകത്ത് ഞാൻ നിന്നപ്പോൾ തന്നെ എന്തോ വലിയൊരു ഒച്ച കേൾക്കുന്ന പോലെ തോന്നി. അപ്പം പെരയ്ക്ക് മൊത്തം തീ പോലെ ഇപ്പം എൻ്റെ കൈയും കാലെല്ലാം എർത്തടിക്കുന്ന പോലെ ഒരു ഇത് തോന്നി. ഞാൻ പെട്ടെന്ന് ചാടി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് നാട്ടുകാരെല്ലാം കൂടെ വന്നപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ബാത്റൂമിന് മുകളിലോട്ട് വീണ് നടക്കുമായിരുന്നു. വീടിന്റെ ശൗചാലയം പൂർണ്ണമായും തകർന്നു. മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലെ വൈദ്യുതി സംവിധാനത്തിനും തകരാർ സംഭവിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ 10-ലധികം ഭീമൻ മരങ്ങളാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മുൻപും സമാനമായ രീതിയിൽ നിരവധി തവണ മരം ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായമായവരടക്കം നിരവധിയായ കുടുംബങ്ങളാണ് മേഖലയിൽ താമസിക്കുന്നത്. ഇവിടെയുള്ള വീടുകൾക്കെല്ലാം അപകട ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ മരങ്ങൾ നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിൻ്റെ ഉടമസ്ഥനോട് ഈ മരങ്ങൾ വെട്ടി മരങ്ങളുടെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ കൊപ്പിറക്കുകയും ചെയ്തിട്ടുള്ള. പക്ഷേ അവരത് വഴിയിലേക്കുള്ളത് ഉപേക്ഷിച്ചിട്ട് ആ പറമ്പിലേക്കുള്ളത് മാത്രം വെട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ താഴോട്ട് ഇനിയും അപകടകരമായ രീതിയിൽ മരം നിൽക്കുക, അതും പ്രശ്നമാവും. പിന്നെ മഴക്കാലം വരാൻ പോണേ. 100 കണക്കിന് പിള്ളേർ, കൊച്ചു പിള്ളേരൊക്കെ ഈ വഴിക്ക് പോകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പിള്ളേർ കുടയും ചൂടി വരുമ്പോൾ ഒരു മരക്കം പൊടിഞ്ഞു വീണാൽ അവരുടെ തലേ വീഴും. അത് നാളുകളിൽ വലിയൊരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഉടമസ്ഥനും ഇതിൻ്റെ കൃഷിക്കാരനും കൂടെ ചേർന്ന് ഈ വഴിയിലേക്കുള്ളത് വെട്ടിമാറ്റാനുള്ള സംവിധാനം ഉണ്ടാകണം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് പല പ്രാവശ്യം സ്ഥലമുടമയോട് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. വരുന്ന മഴക്കാലത്ത് മരങ്ങൾ വീണ്ടും ഒടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങൾ. സ്ഥലം ഉടമ മരങ്ങൾ വെട്ടിമാറ്റാത്ത പക്ഷം മേഖലയിലെ ആളുകൾ ഒന്നടങ്കം ഒപ്പുശേഖരിക്കുകയും ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. മരം വീണ് നാശനഷ്ടം സംഭവിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സ്ഥലമുടമ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മലയോര ഹൈവേയിൽ പിക്കപ്പിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ ഇന്നോവ കാർ നാട്ടുകാർ തടഞ്ഞിട്ടു. കാഞ്ചാർ പള്ളിക്കവലയിലാണ് അപകടം നടന്നത്. അപകടത്തിന് ശേഷം നിർത്താതെ ഓടിച്ചുപോയ ഇന്നോവ ലബക്കടയിലാണ് നാട്ടുകാർ തടഞ്ഞിട്ടത്. കാഞ്ചിയാർ പള്ളിക്കവലയിലാണ് അപകടം നടന്നത്. പിക്കപ്പിൽ ഇടിച്ച ശേഷം ഇന്നോവ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് വിവരമറിയിച്ചതനുസരിച്ച് ലബക്കടയിൽ നാട്ടുകാർ ചേർന്ന വാഹനം തടഞ്ഞിടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. പള്ളിക്കര വെച്ച് ഒരു ചേച്ചി റോഡ് വരങ്ങ ചാടിയെ ചവിട്ടിയതാണ് ഇന്നോവ എന്ന് പറയുന്നത്. അപ്പം അത് അവിടെ കിടന്ന് വെട്ടിയാപ്പറ്റിക്ക് നിർത്താതെ പോവുകയും ചെയ്തു. അപ്പോൾ നിർത്താതെ പോകുന്ന വഴിക്ക് ലബക്കടയിൽ വെച്ച് ആ വണ്ടി തടഞ്ഞിടുകയും പോലീസ് വന്ന് അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. 4 യുവാക്കൾ സഞ്ചരിച്ച ഇന്നോവ കാറാണ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയത്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി യുവാക്കളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പന പാറക്കടവ് ബൈപ്പാസിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞ അപകടം. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ പാതയോരത്തെ കലിങ്കിലും വൈദ്യുത പോസ്റ്റിലും ഇടിച്ച ശേഷം കുഴിയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്തളംപാറ ഭാഗത്തു നിന്നും ബൈപ്പാസ് റോഡിലൂടെ പാറക്കടവിലേക്ക് എത്തിയ വാഹനമാണ് നിയന്ത്രണം നഷ്ടമായി കുഴിയിലേക്ക് മറിഞ്ഞത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ പാതയോരത്തെ കലിങ്കിൽ ഇടിക്കുകയും തുടർന്ന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തുകൊണ്ട് വാഹനം കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു. 2 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പ്രദേശവാസികൾ ചേർന്ന് വാഹനത്തിൽ നിന്നും ഇവരെ പുറത്തെടുത്തു. പിന്നീട് ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കട്ടപ്പന ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തിയിരുന്നു. കട്ടപ്പന വെട്ടിക്കുഴക്കവലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ കാറിലിടിച്ച അപകടം. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികയായ വെള്ളയാങ്കുടി സ്വദേശിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളയാങ്കുടി ഭാഗത്തു നിന്നും വെട്ടിക്കുഴക്കവലയിലേക്ക് വന്ന സ്കൂട്ടറാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് നിർത്തിയിട്ടിരുന്ന ഓൾട്ടോ കാറിൽ ഇടിച്ചു മറിഞ്ഞത്. അപകടത്തിൽ നിസാര പരിക്കുകളേറ്റ സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറെ വാഹന തിരക്കേറിയ സമയത്താണ് അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ട സ്കൂട്ടർ കാറിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. സമീപത്തുണ്ടായിരുന്നവർ ചേർന്നാണ് സ്കൂട്ടർ യാത്രക്കാരിയായ വെള്ളയാങ്കുടി സ്വദേശിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാഞ്ചാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ 1980-81 വർഷത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം മെയ് 16-ാം തീയതി നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ഈ നാട്ടിലെ ഞങ്ങളുടെയൊക്കെ അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ട് മാനേജർ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അച്ഛൻ വണ്ടങ്കൽ ഭാസ്കര കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും സ്വാധീനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ അനുവദിക്കുകയും അങ്ങനെ ആ ഹൈറേഞ്ച് മേഖലയിൽ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ
നല്ലൊരു ഭൂമിശാസ്ത്രപരമായിട്ട് വലിയൊരു ഏരിയയിലെ കുട്ടികളെ അന്ന് അവിടെ ഒത്തുകൂടി. അപ്പം ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ നെരിയമ്പാറ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ് എഴുതിയ വർഷമായിരുന്നു. 350ഓളം കുട്ടികളാണ് അന്ന് 10ാം ക്ലാസ് ആ സ്കൂളിൽ നിന്ന് മാത്രം എഴുതിയത്. അപ്പോൾ അവരെ ഇന്നിപ്പം അന്നത്തെ കാലത്ത് ഫോണുകൾ ലാൻഡ് ഫോൺ പോലും വളരെ ചുരുക്കം വീടുകളിലാണ് ഉണ്ടായത്. അപ്പോൾ അവരെ ഞങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു അധ്വാനം തന്നെ ഞങ്ങൾക്ക് വേണ്ടി വന്നു. 43 വർഷത്തിന് ശേഷം സഹപാഠികളെയെല്ലാം വീണ്ടും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1980-81 MMHS മന്ദം മെമ്മോറിയൽ ഹൈസ്കൂൾ നെരിയമ്പാറയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു യൂണിയനാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അത് നടക്കുന്നത് 16-ാം തീയതി, മെയ് 16-ാം തീയതിയാണ്. 16-ാം തീയതി 10 മണിക്ക് ആണ് നടക്കുന്നത്. അന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവர்களാണ്. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, കടപ്പന നഗരസഭാ കൗൺസിലർ സജിമോൾ ഷാജി, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ R ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബി ഉണ്ണികൃഷ്ണൻ നായർ, രാജശേഖരൻ MV, ബൈജു വേമ്പേനി, മധുക്കുട്ടൻ നായർ, ടോമി തോമസ്, ടോമി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുര, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും സ്ഥലം മാറിപ്പോകുന്ന സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ടിന് യാത്രയയപ്പ് നൽകി. പരിപാടികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയും ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമിയും നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ട് നിർവഹിച്ചു. തുടർന്ന് പാചകപ്പുരയുടെ ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ മാസ്റ്റർ സൂചിപ്പിച്ചു. PTA പ്രസിഡന്റും സംസാരിക്കുകയുണ്ടായി. ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചു. കെട്ടിടങ്ങളെല്ലാം തന്നെയും അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ഹൈജീനിക്കായി തന്നെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിവാസികൾക്ക് കിട്ടുന്ന ഒരു സൗകര്യമാണ്. അതിനച്ഛൻ വഹിച്ച പങ്ക് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രധാനമായും ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി വ്യക്തത ഇക്കാര്യത്തിലുണ്ട്. ഒരു നാടിന്റെ ആവശ്യകതയിൽ കൃത്യതയോടുള്ള ഇടപെടലാണ് ആവശ്യം. ഈ സ്കൂൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയും കുട്ടികൾക്കിവിടെ വീടിനോട് സാമീപ്യങ്ങളിൽ തന്നെ പഠിക്കാൻ അവസരം ഉണ്ടാകുന്നത്. 6 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ഉപ്പുതോട് ഇടവക വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ടിനെ യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി, വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി, സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി ടി ജോസഫ്, അധ്യാപകരായ ബെറ്റ്സി ജിജി, PTA എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുളപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറയിൽ സ്ഥാപിച്ച കളിക്കളവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകർ നൽകിയ പരാതി പഞ്ചായത്തിനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള ശ്രമമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്. സ്ഥലം കളിക്കളമായി വിട്ടു നൽകിയിട്ടില്ലെന്നും പമ്പ് ഹൗസിലേക്ക് വഴിവെട്ടിയ സമയത്ത് തരിശുഭൂമി തെളിച്ചിട്ടതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പമ്പ് ഹൗസിലേക്ക് പോകുന്നതിനായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് വഴിവെട്ടിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ആക്ഷേപങ്ങളുമാണ് പഞ്ചായത്തിനെതിരെ ഉയരുന്നത്. ഇതിനിടെ പെരിയാറിനോട് ചേർന്ന സർക്കാർ വക തരിശുഭൂമി പഞ്ചായത്ത് JCB ഉപയോഗിച്ച് തെളിച്ചിടുകയും ചെയ്തിരുന്നു. എന്നാൽ ക്യാച്ച്മെന്റ് ഏരിയയിലാണ് കളിക്കളം നിർമ്മിക്കുന്നതെന്നാരോപിച്ച് പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ ഡാം സേഫ്റ്റി വിഭാഗം പരിശോധനയും നടത്തി. ചില വ്യക്തികൾ പഞ്ചായത്തിനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പൊതുപ്രവർത്തനം എന്ന ലെവലിൽ ഒരാൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ പൊതുവായിട്ട് പഞ്ചായത്ത് ദിവസം കുടിവെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച വഴിക്കെത്തുകയും അതുപോലെ തന്നെ അവിടെ വർഷങ്ങളായിട്ട് അവിടെ നമ്മുടെ ഇവിടുത്തെ പഴയ തലമുറ കളിച്ചു വളർന്നിരുന്ന കളിസ്ഥലങ്ങളും ഒക്കെയുള്ള ഏരിയ പഞ്ചായത്ത് അത് വൃത്തിയാക്കി തെളിച്ച് വെച്ചിരുന്നു. അപ്പോൾ അവിടെ മണ്ണ് അടിക്കുകയും മണ്ണ് നൽകുകയും ചെയ്യുന്ന രീതിയിൽ പഞ്ചായത്തിന് അവബോധമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് വാർത്ത വിവരിക്കുകയാണ്.
ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ഉപ്പുതറയിലെ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ഉപ്പുതറയിലെ മുഴുവൻ വികസനങ്ങൾക്കും എതിർ നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തികച്ചും അപലപനീയമാണ്. നമ്മുടെ ഉപ്പുതറയുടെ വികസനം സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ തരത്തിലും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരാവകാശങ്ങൾ വഴി ശേഖരിച്ച് ജനങ്ങളോട് അവരെ വേറെ തരത്തിലുള്ള ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ആളുകളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കളിക്കാനും അത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ വന്നിട്ടുണ്ടാവും, അവിടെ ചെയ്തിട്ടുണ്ടാവും. അത് പഞ്ചായത്തിനൊരു കളിസ്ഥലമായിട്ട് തുറന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്കുള്ള പൊതുവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ള ക്രമീകരണം നമുക്ക് നിലവിലുണ്ടാവും. കാരണം ആ സ്ഥലം സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് സർക്കാർ വക തരിശാണ്. അപ്പോൾ അത്തരത്തിൽ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ഗവൺമെൻറ്റിലോട്ട് നമ്മളിന്ന് റെസല്യൂഷൻ അയച്ചിട്ടുണ്ട്. ഈ സ്ഥലം എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ നിർവൃത്തി തരികയും അത് പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലോട്ടുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് വരും സമയങ്ങളിൽ ചെയ്യുന്നതാണ് അറിയിക്കുന്നത്. പഞ്ചായത്ത് കളിക്കളമായി സ്ഥലം വിട്ടു നൽകിയിട്ടില്ല. ഉപ്പുതറയിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി സ്ഥലം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഇവിടെ സംവിധാനം ഒരുക്കാനാണ് ആലോചിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. തോട്ടമേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന KSRTC സ്വകാര്യ ബസ്സുകൾക്ക് സമാന്തരമായി സർവീസ് നടത്തുന്നവർക്കെതിരെ പരാതിയുമായി ബസ് ജീവനക്കാർ. സമാന്തര സർവീസുകൾ മൂലം വരുമാനം കുറഞ്ഞതിനാൽ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് ബസ് ഉടമകളും പറഞ്ഞു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളായ സത്രം, ഗ്രാമ്പി, ഡൈമുക്ക, തേങ്ങാക്കൽ, വള്ളക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ യാത്രാമാർഗം KSRTCയും സ്വകാര്യ ബസ്സുകളുമാണ്. ഇവയ്ക്കാണ് സമാന്തര സർവീസുകൾ ഭീഷണിയായിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും അധിക ദൂരപ്രദേശങ്ങളായ ഡൈമുക്ക്, ആനക്കുഴി, സത്രം എന്നിവിടങ്ങളിലേക്കാണ് സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ KSRTCയും സർവീസ് നടത്തുന്നത്. ഇതിന് മുൻപിലും തിരികെയുള്ള സർവീസിന് മുൻപിലുമായി സമാന്തര സർവീസുകൾ ഓടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും നികുതി, മെയിൻ്റനൻസ് തുടങ്ങിയ മറ്റ് വർധനവുകളിലും അധിക ചിലവേറുന്നതിനൊപ്പം വരുമാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റമെന്നും ബസ് ജീവനക്കാർ പറയുന്നു. പെരിയാർ കുമളി, പെരിയാർ തേങ്ങാക്കൽ, പെരിയാർ ആനക്കുഴി, പെരിയാർ വള്ളക്കടവ് ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസിന് തൊട്ടു മുമ്പായി ഓട്ടോ, ജീറ്റോ സമാന്തര സർവീസുകൾ നടത്തുന്നതിനാൽ വാഹനങ്ങളെല്ലാം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ ST പിള്ളേർക്ക് ബാധകമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർവീസുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനം നിർത്തേണ്ട ഒരു ഗതിയിലേക്കാണ്, എല്ലാ നാട്ടിലേക്കുമുള്ള ബസ് സർവീസുകൾ ടോട്ടലായിട്ട് നിർത്തേണ്ട ഗതിയിലേക്കാണ് ഇപ്പോൾ സമാന്തര സർവീസ് കാരണം വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ RTO ഓഫീസിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് അനവധി കംപ്ലൈൻറ്റുകൾ കൊടുക്കുകയും അവർ ചെക്കിങ്ങിനായി ഇറങ്ങുന്ന ദിവസങ്ങളിൽ മാത്രം വാഹനങ്ങൾ ഇവരെ ഒതുക്കിയിടുകയും ബാക്കി ദിവസങ്ങളിൽ ബസ്സിന്റെ തൊട്ട് തലയ്ക്ക് തന്നെ സമാന്തര സർവീസാണ് നടത്തുന്നത്. അനധികൃത സമാന്തര സർവീസുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് ബസ് ഉടമകളുടെയും ആവശ്യം. കാലാവസ്ഥാ വ്യതിയാനം മൂലം തകർന്നടിഞ്ഞ ഇടുക്കി ജില്ലയ്ക്ക് ഉണർവേകാൻ പ്രാദേശിക ടൂറിസം വികസിപ്പിക്കണമെന്ന് ആവശ്യമുയർത്തി ബുള്ളറ്റ് ക്ലബ്ബായ മൗണ്ടൻ റോയൽ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. കട്ടപ്പനയിൽ നിന്ന് ആരംഭിച്ച് ഉപ്പുതറ, വളകോട്, KPM ഫാമിൽ റാലി സമാപിച്ചു. 25ഓളം ബുള്ളറ്റുകൾ റാലിയിൽ പങ്കെടുത്തു. ക്ലബ്ബ് രക്ഷാധികാരികളായ സിജോ എവറസ്റ്റ്, രാജേഷ് കാഞ്ചിയാർ, പ്രസിഡന്റ് സജിദാസ് മോഹൻ, സെക്രട്ടറി സന്തോഷ് പത്മ, ട്രഷറർ മനു ഷാജി എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മേരികുളത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷം. മലയോര ഹൈവേയുടെ ഭാഗമായുള്ള കലുങ്ക് നിർമ്മാണം കഴിഞ്ഞിട്ടും മക്കിട്ട് നികത്തി തുറന്നു കൊടുക്കാത്തതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. അയ്യപ്പൻകോവിൽ മേരികുളത്താണ് മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കലുങ്കുകൾ വാഹനയാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായി 60 ദിവസം കഴിഞ്ഞ കലുങ്ക് മക്കിട്ട് നികത്തിയാൽ വാഹനങ്ങൾക്ക് ഇതുവഴി സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ കലുങ്ക് നിർമ്മാണം പൂർത്തിയായിട്ടും റോഡ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഞാൻ മേരികുളം ജംഗ്ഷനിൽ ചെറുകിട കച്ചവടം ചെയ്യുന്ന ആളാണ്. ഏകദേശം 1 വർഷമായിട്ട് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുകയാണ്. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു 3 മാസം മുമ്പ് മേരികുളം ജംഗ്ഷനിൽ ഒരു കലുങ്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓടയെടുക്കുകയും അത് വളരെ നാളുകൾ അവർ കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു മാസം അത് ചുമ്മാ ഇട്ടിട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം ഓടയെടുത്തു, കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞു. 60 ദിവസം കഴിഞ്ഞ് ഇപ്പം മക്കിട്ട് നിറയ്ക്കുകയും
അത് DSP ഇടുകയും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ DSPയുടെ കുറവാണ് ഇത് നികത്താൻ പറ്റത്തില്ലാത്തതെന്ന്. ആലടി വഴിക്ക് വണ്ടി കയറി വരുന്നത് കാരണം മേലുകുളത്ത് അസാധാരണമായ ട്രാഫിക് ജാം ഉണ്ടാകുകയും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. പൊടിയാണെങ്കിൽ അതിഭയങ്കരമായിട്ടുണ്ട്. ഏകദേശം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി, LP, UP മുതലായ സ്കൂളുകളുള്ള സ്ഥലമാണ് മേലുകുളം. അത് കാരണം അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്ക് മാറ്റാനുള്ള നടപടികൾ മലയോര ഹൈവേയുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കം മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നു. സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച് നടന്ന സ്മോൾ സൂപ്പർ സിംഗർ സീസൺ 2-വിൽ വിജയിയായ ഗുരു സഞ്ജയ്ക്ക് പെരിയാർ സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനമൊരുക്കി. പെരിയാർ മ്യൂസിക് ബാൻഡ് എന്ന സംഗീത കൂട്ടായ്മയിലൂടെയാണ് ഗുരു സഞ്ജയ് സംഗീത ലോകത്തേക്ക് എത്തിയത്. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടാതെ കിടന്നിരുന്ന ഗായകരെ ഉൾപ്പെടുത്തി ഇവർക്ക് വേണ്ട പ്രോത്സാഹനവും വേദികളും നൽകുന്നതിനാണ് പെരിയാർ ബീറ്റ്സ് എന്ന പേരിൽ സംഗീത കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഈ സംഗീത കൂട്ടായ്മയിൽ നിന്നും നിരവധി വേദികളിൽ പങ്കെടുക്കുകയും തിരുപ്പൂരിൽ വെച്ച് നടന്ന സ്മോൾ സൂപ്പർ സിംഗർ സീസൺ 2-വിൽ വിജയിയുമായ ഗുരു സഞ്ജയ്ക്കാണ് പെരിയാർ കേളി കലാസമിതി, വോവ് മ്യൂസിക് എന്നീ സംഗീത കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അനുമോദനമൊരുക്കിയത്. MK മോഹനൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗുരു സഞ്ജയ് അടക്കമുള്ള പെരിയാർ സംഗീത കൂട്ടായ്മയിലെ കലാകാരന്മാർ ഗാനങ്ങൾ ആലപിച്ചു. മ്യൂസിക് ബാൻഡ് ട്രഷറർ വനിതാ മുരുകൻ അനുമോദന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. കോർഡിനേറ്റർ T മനോജ്, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങളെ മികവുറ്റതാക്കാൻ കട്ടപ്പന വള്ളക്കടവിൽ മിസ്റ്റർ ഷാ മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയും ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സിനിമാ താരം അപ്പാനി ശരത്ത് നിർവഹിച്ചു. അത്യാധുനിക സംവിധാനത്തിൽ മേക്കപ്പ് സേവനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന സ്ഥാപനമാണ് വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്തത്. പ്രശസ്ത സിനിമാ താരം അപ്പാനി ശരത്ത് നാടമുറിച്ച് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ആദ്യ സിനിമാ കാലം മുതൽ അറിയാം. ഒരുപക്ഷെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പരിചയമുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് സർവൈവൽ ചെയ്താണ് ഈ ഒരു സ്പേസിൽ എത്തിയത് അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. നമ്മളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും. ഒരേ സമയം 3 ആളുകൾക്ക് ഹെയർ കട്ടിംഗ് ചെയ്യാൻ സാധിക്കുന്ന AC ക്യാബിനാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഒപ്പം വിവിധതരം മേക്കപ്പ് സേവനങ്ങളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കട്ടപ്പനയുടെ യുവ മനസ്സുകളിൽ മേക്കപ്പ് രംഗത്തെ പുതുപുത്തൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന മംഗലത്ത് രഞ്ജിത് ഷായാണ് സ്ഥാപനത്തിന്റെ ഉടമ. സൗന്ദര്യവൽക്കരണ രംഗത്ത് ഏറ്റവും ട്രെൻഡിംഗ് രീതിയിലുള്ള സേവനം ഉറപ്പാക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, മർച്ചന്റ് അസോസിയേഷൻ വള്ളക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് കിഴക്കേമുറി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ജക്രാന്ത പൂക്കൾ ഒരുക്കിയ നീലവസന്തത്തിന് പിന്നാലെ ഇടുക്കിയിൽ ഇത് ഗുൽമോഹർ പൂക്കാലമാണ്. കടും ചുവപ്പണിഞ്ഞ് പൂത്തൊളിഞ്ഞു നിൽക്കുന്ന പൂവാക മരങ്ങൾ സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയാണ് നൽകുന്നത്. മൂന്നാർ മറയൂർ പാതയിൽ നിരവധി ഗുൽമോഹർ മരങ്ങളാണ് പൂവിട്ടിരിക്കുന്നത്.
മൂന്നാറിന്റെ തേയിലച്ചെരുവുകൾക്ക് കുടപിടിച്ച് ചുവപ്പ് വിസ്മയമൊരുക്കുകയാണ് പൂവാകകൾ. പാതിയോരങ്ങൾക്ക് അഴക് വിരിച്ച് പൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ ഗൃഹാതുര ഓർമ്മകളും കൂട്ടിച്ചേർക്കും. മധ്യവേനൽ അവധിക്കായി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുകയാണ് ഗുൽമോഹർ പൂക്കാലം. இந்த பிளேஸ் ரொம்ப அழகா இருக்கு, ரொம்ப பிளசண்டான ஃபீலிங் கொடுக்குது. இங்க உள்ள அந்த ஆரஞ்சு கலர் பூக்கள் எல்லாம் பார்க்கும்போது நல்லா ப்ளூம் ஆகி அழகா இருக்கனால ஒரு கண்ணுக்கு ஒரு ட்ரீட் கொடுத்த மாதிரி இருக்கு. ஹாட்டான பிளேஸ்ல இருந்து வரவங்க எல்லாரும் இந்த மூணாருக்கு வந்துட்டு போகும்போது ஒரு நல்ல ஒரு ரெஃப்ரெஷிங்கா இருக்கு. அண்ட் நல்ல நம்ம பாடி மைண்ட் எல்லாமே ட்ரீட் பண்ணிட்டு போற மாதிரி இருக்கு அந்த பூவெல்லாம் பார்க்கும்போது. വേനൽക്കാലത്ത് പൂത്തുലഞ്ഞ വസന്തത്തിൽ ഇലപൊഴിക്കുന്ന ഗുൽമോഹറിന് മലയാളിയുടെ ഗ്രഹാതുര ഓർമ്മകളിൽ പ്രത്യേക സ്ഥാനമുണ്ട്. പ്രണയത്തിന്റെ, സൗഹൃദത്തിന്റെ, കലാലയ ജീവിതത്തിന്റെ ഓർമ്മകൾ നൽകുന്ന ഗുൽമോഹർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ്മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 191, വിൽപ്പനയ്ക്ക് വന്നത് 56,094, വിൽപ്പന നടന്നത് 55,890, കൂടിയ വില 2,575, ശരാശരി വില 2,028. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,715 രൂപ, വെള്ളി 90. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ജനങ്ങൾ കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. പനിയുണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണെന്നും നിർദ്ദേശം. നെടുങ്കണ്ടത്ത് മദ്യലഹരിയിൽ ATM കൗണ്ടർ തകർത്ത് പണം അപഹരിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. പിടിയിലായത് തേനി ഉത്തമപാളയം സ്വദേശി പളനിച്ചാമി. ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് ഇയാൾ തകർക്കാൻ ശ്രമിച്ചത് കേരള ബാങ്കിന്റെ ATM. സർവകാല റെക്കോർഡിട്ട കൊക്കോ വില താഴേക്ക്. ഒരാഴ്ച കൊണ്ട് വിലയിൽ കുറവ് വന്നത് പാതിയോളം. 1000 മുതൽ 1075 രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില 580 മുതൽ 600 രൂപ വരെയായി താഴ്ന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് വിഭാഗം മിന്നൽ പരിശോധന നടത്തി. പരിശോധന നടന്നത് ഹോട്ടലുകൾ, ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കടകൾക്ക് താക്കീതും ബോധവൽക്കരണവും നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.